മമ്മൂട്ടിയുടെ ഒരു ഫീച്ചർ ഞാൻ വായിച്ചതാണ്. മമ്മൂട്ടി അതിൽ പറയുന്നുണ്ട്, എനിക്ക് പരലോകത്തിൽ വിശ്വാസം ഇല്ലാന്ന്. പിന്നെ എന്തിനാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചു. അത് നമ്മുടെ ശരീരം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞാണ്, ഇതൊരു TV-യിൽ പോലും അദ്ദേഹം അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അല്ലാണ്ട് ചില ആൾക്കാരൊക്കെ പറയും, ഓ അയാൾ എത്ര തിരക്കിലായാൾ സമയമാകുമ്പോൾ നിസ്കരിക്കാൻ പോകുന്നു. ഇതെന്താ ഇപ്പോൾ നിസ്കരിക്കാൻ പോയപ്പോൾ വലിയ കാര്യമാണ്? നമ്മളൊക്കെ വിചാരിക്കുന്നത് നിസ്കരിക്കാൻ അല്ല, നമ്മൾ നേരെ നമ്മുടെ നിസ്കാരം ശരിയാണോ ഇല്ലോ എന്നുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നിസ്കാരം ശരിയാണോ എന്നുള്ളത്? നമ്മൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോഴല്ലേ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്, അവൻ്റെ കടയിൽ നിന്ന് എടുത്തില്ലല്ലോ, അവൻ്റെ കടയിൽ സാധനം കൊടുത്തില്ലല്ലോ, ആ താക്കോൽ അവിടെ ഇരിക്കുകയാണല്ലോ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഓർക്കുന്നതും അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോഴാണ്. പിന്നെ നമ്മുടെ നിസ്കാരം എവിടെ ശരിയാകുന്നു? മഹാന്മാരായ പണ്ഡിതന്മാർ 1000-ഓളം നിയമങ്ങള്, ഷർത്തുകൾ, നിബന്ധനകളാണ് നമ്മുടെ നമസ്കാരത്തിലുള്ളതെന്നാണ് പഠിപ്പിക്കുന്നത്. അതാരെങ്കിലും പാലിക്കുന്നുണ്ടോ? അതൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഇതിന്റെ അവ്വല് വഖത്തിലാണോ നമ്മൾ നിസ്കരിക്കുന്നത്? ജമാഅത്തായിട്ടാണോ നിസ്കരിക്കുന്നത്? നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വാഹനം സർവീസ് ചെയ്യാൻ 10,000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ 10,000 സർവീസ് ചെയ്യണം. 15,000 കൊണ്ടിട്ട് സർവീസ് ചെയ്തിട്ട് കാര്യമില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെ സമയമുണ്ട്. ലോഹർ നിസ്കരിക്കാൻ ലോഹറിന്റെ സമയമുണ്ട്. അത് അസറിനോട് ചേർത്ത് നിസ്കരിക്കലല്ല വേണ്ടത്. അപ്പൊ നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. നമസ്കാരം എല്ലാം ക്ലിയർ ആണ്, ഇടപാട് ശരിയല്ല, പോയി. നീ എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. നിന്റെ ഇടപാട് ക്ലിയർ അല്ലയോ, നീ എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല. ഇടപാട് ക്ലിയർ അല്ലയോ, എത്ര ഉംറ ചെയ്തിട്ടും കാര്യമില്ല. ഇടപാട് ക്ലിയർ അല്ലയോ, എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. ഇതൊക്കെ ഹദീസും ഖുർആനും കൊണ്ട് സ്ഥിരപ്പെടുത്തി തരാം. പക്ഷെ നമുക്ക് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, വിശ്വാസമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം വിശ്വസിക്കുക, അല്ലാഹ് ഉണ്ടെന്നും ആഖിറത്തുണ്ടെന്നും വിശ്വസിക്കുക. അങ്ങനെ ഒരു വിശ്വാസം എന്നെ അപേക്ഷിച്ചിടത്തോളം നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല. ചുമ്മാ പേരിന് എൻ്റെ വാപ്പ ഒരു മുസ്ലിമായിരുന്നു, അതുകൊണ്ട് ഞാനും മുസ്ലിമായി. അവരൊക്കെ ജുമാ നിസ്കരിക്കാൻ പോകുന്നു, ഞാനും ജുമാ നിസ്കരിക്കുന്നു. റമദാനെ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു, അതുകൊണ്ട് ഞാനും നോമ്പ് പിടിക്കുന്നു. ഇതാണെന്നാ എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൗമല്ലേ, ലഹരിയിൽ കൂടുതൽ നമ്മുടെ കൗമല്ലേ കുടുങ്ങിയിരിക്കുന്നത്. എന്താ ഇവനെ കുറിച്ച് പ്രചോദനം കൊടുക്കാത്തത് കൊണ്ട്? പരിശുദ്ധമായ ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ലഹരി നിരോധിച്ചത്. ഒറ്റയടിക്കല്ല, സഡൻ ബ്രേക്ക് അടിക്കിടാൻ പാടില്ല. പതുക്കെ ഗിയർ ഡൗൺ ചെയ്ത് വേണം നമ്മൾ ബ്രേക്ക് പിടിക്കാൻ. എങ്കിൽ ബ്രേക്ക് പാഡ് തേയാതെ നിൽക്കും. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചവിട്ടാൻ നിന്ന് കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ ആകുമ്പോൾ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരും. പതുക്കെ ഗിയർ ഡൗൺ ചെയ്താൽ വളരെ ഉപകാരം. 50,000 വരെ കിലോമീറ്റർ കിട്ടും ബ്രേക്ക് പാഡ്.